എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇതൊരു കൊച്ചു വ്ളോഗാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അന്നെടുത്ത ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ അന്ന് വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു കേക്ക് മുറിച്ചു, പിന്നെ കപ്പയും ചിക്കനും കൂടി ഒരു ഡിഷ് ഉണ്ടാക്കി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പയും ചിക്കനും. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങളുടെ. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചു. അപ്പോൾ കേക്കിൻ്റെ ഷോപ്പുകളൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കേക്ക് വാങ്ങിച്ചു, എന്നിട്ട് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് പരസ്പരം കൊടുത്ത് കഴിച്ചു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ കേക്ക് ബേക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു, പിന്നെ അതിനുള്ള സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പുറത്തുനിന്ന് തന്നെ വാങ്ങാം എന്നോർത്ത് ഞങ്ങൾ വാങ്ങുകയാണ് ചെയ്തത്. അപ്പം മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷമായി. അവൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ കേക്കിൻ്റെ ക്രീമും എല്ലാം കഴിക്കാനും ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ കേക്കൊക്കെ മുറിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള പണിയിലേക്ക് കടന്നു. അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എന്നെ സഹായിക്കുന്നത് ഹസ്ബൻഡാണ്. അപ്പോൾ സഹായം എന്ന് വെച്ചാൽ കപ്പ മുറിച്ച് തരുന്ന ആ ഒരു സഹായമാണ്. കപ്പ മുറിക്കാനായിട്ട് എനിക്ക് ഇത്തിരി വശം പോരാ. കാരണം എന്താ വെച്ചാൽ എനിക്ക് കട്ടിംഗ് ബോർഡൊക്കെ വേണം. കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് എനിക്ക് പറ്റുന്നുള്ളൂ, അല്ലാതെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കൊത്തി കൊത്തി നുറുക്കിയിടാനായിട്ട് അത്ര അറിയില്ല. അപ്പം ഇങ്ങനെ ഒരു തവണ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ കൈ മുറിഞ്ഞത് മാത്രമായിരുന്നു മെച്ചം. അപ്പോൾ ആൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. നന്നായിട്ട് കൊത്തി നുറുക്കി ഇട്ട് തരും, ചെറിയ പീസുകളൊക്കെ ആയിട്ട് ഇട്ട് തരും. അപ്പോൾ ഹസ്ബൻഡും മോളും കൂടിയാണ് കപ്പ കൊത്തി നുറുക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവൾ നമ്മളിങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവളും വന്നാൽ കൗണ്ടർ ടോപ്പിലിരിക്കും. എന്നിട്ട് ചിലപ്പോൾ അതിലൊക്കെ കൈയിട്ട് വരും, ചിലപ്പോൾ നമ്മുടെ കൂടെ സഹകരിച്ച് അനങ്ങാതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ അപ്പയും മോളും കൂടി കപ്പയൊക്കെ ഒന്ന് നുറുക്കി തരികയാണ്. അപ്പോൾ കപ്പയൊക്കെ നുറുക്കി എടുത്ത ശേഷം വേണം നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കപ്പയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കനും കപ്പയും കൂടിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ചിക്കനും കപ്പയും കൂടി നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ കപ്പ ബിരിയാണിയിൽ ബീഫൊക്കെ അല്ലേ ഇടുന്നത്, പക്ഷേ അതിലും നല്ല ടേസ്റ്റാണ് ഈ കപ്പയും ചിക്കനും. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് ഉപ്പ് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണിനടുത്ത് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. അപ്പം ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണിനടുത്ത് ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആവും നമ്മുടെ ചിക്കൻ. അപ്പം ഞാനിതിൽ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇത്ര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ ചിക്കനിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ മസാലയൊക്കെ ഒന്ന് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കുക. എന്നിട്ടൊരു 15-20 മിനിറ്റ് ഇതിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് മസാലകളൊക്കെ ചിക്കനിൽ പിടിക്കും. ഇനി നമുക്ക് കപ്പ വേവിച്ചെടുക്കണം. അപ്പോൾ ഹസ്ബൻഡ് കപ്പയൊക്കെ നുറുക്കി തന്നത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടാണ് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, കാരണം നമ്മളിതിലെ വെള്ളം ഊറ്റിക്കളയും. അപ്പോൾ ആ ഉപ്പ് കംപ്ലീറ്റ് പോവാതിരിക്കാനായിട്ട് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്ത ശേഷം നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞ് വരണം, ആ ഒരു പാകം വരെ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കപ്പ വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പം ഞാനവിടെ കപ്പ വേവിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ്. അടുക്കളയിലെ പാത്രങ്ങളും അല്ലാത്ത പാത്രങ്ങളൊക്കെ ഇവിടെ ഒരു ടീപ്പോയിൽ കൊണ്ട് വെച്ചിട്ട് കളിക്കുകയാണ്. ആൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പായസം ഉണ്ടാക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഓരോ റെസിപ്പീസൊക്കെ ഷൂട്ട് ചെയ്യുന്ന കാണുമ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. ഇപ്പം മിക്കവാറും തന്നെ ഈ കഞ്ഞിയും കറിയും വെച്ച് കളിക്കലാണ് ഇപ്പോൾ ഇവിടുത്തെ വിനോദം. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഹസ്ബൻഡും വീട്ടിലുണ്ട്. അപ്പോൾ അവളുടെ കൂടെ കളിക്കാനായിട്ട് ഹസ്ബൻഡും കൂടും. അപ്പോൾ ഇവളും കൂടെ നല്ല കളിയാണ്. ഇങ്ങനെ കഞ്ഞിയും കറിയും വെച്ച് പായസം ഉണ്ടാക്കി, അതുപോലെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇതിലൊക്കെ ചേർക്കുന്ന സംഭവങ്ങളുടെ ലിസ്റ്റൊക്കെ കേട്ടാൽ നമുക്ക് ചിരി വരും. പായസത്തിൽ മുളക് പൊടിയൊക്കെ ഇടുന്നതായിട്ടൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പം അങ്ങനെ ഒരു കളി ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ കപ്പ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് വരണം, ആ ഒരു പാകത്തിനാണ് നമുക്ക് കപ്പ വെന്ത് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് ഊറ്റി വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു.
അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. ഇനി നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. അപ്പം അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് അരച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറിയ രീതിയിലൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രം ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ച് ആ പൊടികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അത്രയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. ഇതൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഈ വെള്ളം ഒന്ന് പറ്റി വരണം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ പറ്റി നന്നായിട്ട് മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ മസാലയൊക്കെ ചിക്കൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് വെന്ത് വരുമ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഞാനിതിൽ വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത്രയും വെള്ളം നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഫുള്ളായിട്ട് വറ്റിച്ചിട്ടില്ല. കാരണം നമ്മൾ കപ്പ കൂടി ഇതിലേക്കിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുള്ളത് നല്ലതാണ്. അപ്പോൾ ഈ പാത്രത്തിൽ നമുക്ക് കപ്പ ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രം എടുക്കുകയാണ്. നമ്മൾ കപ്പ വേവിച്ച ആ പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഈ ചിക്കൻ്റെ പീസുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രേവിയോട് കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പ ഞാൻ ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയല്ല, എന്നാലും ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിനൊക്കെ കപ്പ നന്നായിട്ട് ഉടഞ്ഞതാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്കും പലതരത്തിലുള്ള താല്പര്യങ്ങളായിരിക്കും. ചിലർക്ക് കപ്പ നന്നായിട്ട് ഉടഞ്ഞത് ഇഷ്ടമാണ്, ചിലവർക്ക് കപ്പ ഓരോ കഷ്ണം പോലെ തന്നെ കിടക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ കപ്പ ബിരിയാണിക്ക് എപ്പോഴും ഇതുപോലെ കപ്പ അത്യാവശ്യം ഉടച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കപ്പ ബിരിയാണി നമ്മൾ തയ്യാറാക്കുമ്പോൾ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലാണ് ആ കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഗ്രേവിയും അതുപോലെ ഇറച്ചിയൊക്കെ നന്നായിട്ട് മിക്സായി വരുള്ളൂ. അപ്പം ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ കപ്പയിലും ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പം നിങ്ങളിത് വേവിക്കുമ്പോൾ കപ്പ വെന്ത് കഴിഞ്ഞിട്ടൊന്ന് വായിൽ വെച്ച് നോക്കുക. ഉപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ചിക്കനിലും ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. അപ്പോൾ എൻ്റെ ഉപ്പൊക്കെ ഇവിടെ പാകമായിരുന്നു. പിന്നെ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടെ സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് ചിക്കൻ വാങ്ങുമ്പോൾ എല്ലുള്ള പീസുകൾ തന്നെ എടുക്കണം. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടൊന്നും ഇതുപോലെ ബിരിയാണി തയ്യാറാക്കരുത്. അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ആ എല്ലും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ആ ഒരു കപ്പ ബിരിയാണിക്ക് നല്ലൊരു സ്വാദ് വരിക. അപ്പോൾ ബീഫ് ഇല്ലെങ്കിലും ഇതുപോലെ നമുക്ക് ചിക്കൻ വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റിൽ കപ്പ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കപ്പ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കപ്പ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ എരിവൊന്നും ചേർക്കാത്ത കപ്പ മാറ്റി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവളുടെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ എരിവൊക്കെ കഴിക്കും, ചിലപ്പോൾ എരിവൊന്നും വേണ്ടാന്ന് പറഞ്ഞു പോവും, എരിവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കഴിക്കാതിരിക്കേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ 2 സംഭവങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്തും മാറ്റി വെച്ചിട്ടുണ്ട്, എരിവുള്ളതും എരിവില്ലാത്തതും. അപ്പോൾ ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ
കപ്പ കഴിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ബീഫൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ കപ്പ ബിരിയാണി തയ്യാറാക്കാറ്. അതിന് പകരം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയ സൂപ്പർ ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വ്ലോഗ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.